നമസ്കാരം. 24ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ന്യൂസ് ബ്രേക്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ന് നവംബർ 12 ബുധനാഴ്ചയാണ്. തുലാം 26. പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് 24ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂസ് ബ്രേക്സിൽ ആദ്യം ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24 പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും, തിരുവനന്തപുരത്ത് നിന്ന് MG പ്രദേശും, കൊച്ചിയിൽ നിന്ന് അമൽ സുരേന്ദ്രനും, കോഴിക്കോട് നിന്ന് സമീർ C. മുഹമ്മദുമാണ് ചേരുന്നത്. നമ്മൾക്ക് ആദ്യം പോകാനുള്ളത് തിരുവനന്തപുരത്ത് MG പ്രദേശിലേക്കാണ്. പ്രതീഷ്, വെരി ഗുഡ് മോർണിംഗ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വളരെ നിർണായകമായ ഒരു അറസ്റ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായി. എ പത്മകുമാറിനെ ഇനി ചോദ്യം ചെയ്യും, അറസ്റ്റിന് സാധ്യതയുണ്ടെന്ന് പറയുന്നു. നമുക്ക് തെക്കൻ കേരളത്തിൽ നിന്ന് എന്തൊക്കെ വാർത്തകൾ പ്രതീക്ഷിക്കാമെന്ന്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SITയുടെ തുടർ നീക്കങ്ങളായിരിക്കും പ്രധാനമായും തെക്കൻ കേരളത്തിൽ നിന്ന് ഇന്ന് സംഭവിക്കാനിരിക്കുന്നത്. N. വാസുവിന്റെ നിർണായകമായ അറസ്റ്റിലൂടെ ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം എത്തി എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടൻ N. വാസുവിനായി SIT സംഘം കസ്റ്റഡി അപേക്ഷ നൽകും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇന്നലെ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഗുരുതരമായ പരാമർശങ്ങൾ N. വാസുവിന് എതിരെയുണ്ട്. എല്ലാ കാര്യങ്ങളും N. വാസുവിന് അറിയാമായിരുന്നു. മനഃപൂർവ്വം ഈ സ്വർണം പൊതിഞ്ഞ കട്ടളപ്പാളി ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയെന്നതാണ് SIT കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഇനി അക്കാര്യത്തിൽ തുടർ നടപടി ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എ പത്മകുമാറിനെതിരായിട്ടുള്ള തുടർ നീക്കം എന്താണ് എന്നതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ നേരത്തെ പത്മകുമാറിന് SIT നോട്ടീസ് നൽകിയെങ്കിലും മറ്റ് അസൗകര്യങ്ങൾ അറിയിച്ചിരുന്നു. വൈകാതെ തന്നെ എ പത്മകുമാറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. മറ്റൊന്ന്, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധം ഇന്ന് തലസ്ഥാന ജില്ലയിൽ നടക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിലേക്കാണ് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ഉള്ളത്. ഈ പാളയം ആശാൻ സ്ക്വയറിൽ നിന്ന് രാവിലെ 10 മണിയോടുകൂടി ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് ആരംഭിക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലായിരിക്കും ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഈ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള മുഴുവൻ കോൺഗ്രസ് നേതാക്കളും ഈ മാർച്ചിന്റെ ഭാഗമാകും എന്നതാണ് ആ മാർച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ദേവസ്വം മന്ത്രിമാർ കൂടി രാജിവെക്കണം, ദേവസ്വം മന്ത്രിമാർക്കെതിരെ അന്വേഷണം വേണം എന്നതാണ് പ്രധാനമായും കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതിനൊപ്പം സംഭവിക്കാനിരിക്കുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു യോഗമുണ്ട്. അത് KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗമാണ്. 2 മണിക്ക് DCC പ്രസിഡന്റുമാരെയും ഭാരവാഹികളുടെയും യോഗം നടക്കും. അതിനുശേഷം 4 മണിക്കാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗം നടക്കുന്നത്. പ്രധാനമായും തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഷ്ട്രീയ വിവാദങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യേണ്ട, പുനഃസംഘടന ഒന്നും തന്നെ ചർച്ച ചെയ്യേണ്ട എന്നതാണ് നിലവിലെ തീരുമാനം. ഓരോ മേഖല തിരിച്ചുള്ള ചുമതലകൾ കൈമാറുകയും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് മുന്നൊരുക്കങ്ങൾ ചർച്ചയാവുകയുമായിരിക്കും ഇന്ന് യോഗത്തിൽ ഉണ്ടാവുക. ക്രിസ്റ്റീന. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകളുമായി ചേർന്നത്. ഇനി നമ്മൾ പോകുന്നത് ഡൽഹിയിലേക്കാണ്. അവിടെ ബൽറാം നെടുങ്ങാടിയുണ്ട്. ഡൽഹിയിൽ സ്ഫോടനം നടത്തിയ ഉമർ മുഹമ്മദാണ് വൈറ്റ് കോളർ ഭീകര സംഘത്തിന്റെ നേതാവെന്ന അന്വേഷണ ഏജൻസികൾ. ഡോക്ടർ മുസമ്മിൽ അറസ്റ്റിലായതിനു പിന്നാലെ ഉമർ മുങ്ങിയതായും പോലീസ് പറയുന്നു. ഡൽഹിയിൽ സ്ഫോടനം നടത്തിയ കാറിലുണ്ടായിരുന്നത് 70 കിലോയോളം അമോണിയം നൈട്രേറ്റ് ആണ്. സ്ഫോടനം നടത്തിയത് ഡിറ്റനേറ്ററോ ടൈമറോ ഉപയോഗിച്ചെന്ന് സൂചന. ബൽറാം നെടുങ്ങാടി ശരിയാണ് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്. ചെങ്കോട്ട ഇപ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങുന്നു. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ, എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചത്? ഇത്തരത്തിലുള്ള വൈറ്റ് കോളർ എക്കോസിസ്റ്റം അവിടെ നിലനിൽക്കുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉള്ള ഒരു ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടാനുണ്ടല്ലോ. ക്രിസ്റ്റീന, ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട സ്ഫോടനം നടന്ന സ്ഥലത്ത് ഇപ്പോഴും പരിശോധനകൾ തുടരുകയാണ്. ഇനി 2 ഘട്ട തെളിവ് ശേഖരണം കൂടി ഈ പ്രദേശത്തുണ്ടാകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഏജൻസികൾ അറിയിക്കുന്നത്. അതേസമയം ചെങ്കോട്ടയിൽ ഇന്നും പ്രവേശനം ഇല്ല. 13 വരെ ചെങ്കോട്ട അടച്ചിട്ടിരിക്കുകയാണ് എന്ന് ASI അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള ലാൽകില മെട്രോ സ്റ്റേഷനും നാളെ കൂടി അടച്ചിടും എന്നാണ് ഡൽഹി മെട്രോ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ പല
നിർണായക വിവരങ്ങളും ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ വൈറ്റ് കോളർ ഭീകര സംഘത്തിന്റെ തലവനായി പ്രവർത്തിച്ചിരുന്നത് ഉമർ മുഹമ്മദ് ആയിരുന്നു എന്നും ഒപ്പം തന്നെ ശ്രീനഗർ മെഡിക്കൽ കോളേജ്, അനന്ത്നാഗ് മെഡിക്കൽ കോളേജ്, കൂടാതെ അൽഫല സർവകലാശാല എന്നീ 3 ഇടങ്ങൾ കേന്ദ്രീകരിച്ച് ഇയാളോടൊപ്പം ജോലി ചെയ്തിരുന്ന ആളുകൾ അടക്കമുള്ളവരെ ഈ ഭീകര സംഘത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്നും അവരുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നതും ഏകോപിപ്പിച്ചതും ഇയാളായിരുന്നു എന്നുമാണ് ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സ്ഫോടനം നടന്ന കാറിൽ സ്ഫോടന സമയത്ത് ഉണ്ടായിരുന്നത് ഏതാണ്ട് 60 കിലോയ്ക്കും 70 കിലോയ്ക്കും ഇടയ്ക്കുള്ള അമോണിയം നൈട്രേറ്റ് ആണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട ഈ സ്ഫോടനം എന്നുള്ളത് ആസൂത്രിതമായ ഒരു ചാവേർ ഭീകരാക്രമണമല്ല, മറിച്ച് പരിഭ്രാന്തിയിൽ നടത്തിയ ഒരു ആക്രമണമാണ് എന്ന തരത്തിലുള്ള സൂചനകൾ നൽകിയിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലുള്ള കൂടുതൽ തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത്. അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യം വലിയ അളവിൽ തന്നെ ഈ സ്ഫോടന സ്ഥലത്ത് നിന്നും കണ്ടെത്തിയ എങ്കിൽ പോലും IEDയുടെ സാന്നിധ്യം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പരിശോധന നടത്തിയ ഏജൻസികൾ അറിയിക്കുന്നത്. എന്നാൽ ഈ കാര്യത്തിൽ ഇപ്പോഴും വിശദമായ പരിശോധനകൾ ഇവിടെ തുടരുകയാണ് എന്നും ഏജൻസികൾ അറിയിക്കുന്നുണ്ട്. ഈ അമോണിയം നൈട്രേറ്റ് അത് പൊട്ടിത്തെറിപ്പിക്കാൻ ഉപയോഗിച്ചത് ഡിറ്റനേറ്ററുകളോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ടൈമറുകളോ ആണ് എന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം വയറുകളുടെയോ മറ്റ് എന്തിൻ്റെയെങ്കിലും സാന്നിധ്യം സാധാരണ നിലയിൽ ചാവേർ ബോംബാക്രമണങ്ങൾക്ക് ഉപയോഗിക്കാറുള്ള തരത്തിലുള്ള മറ്റ് സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യം ഇവിടെ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇതൊരു ആസൂത്രിതമായ ചാവേർ ആക്രമണമല്ല. മറ്റ് കൂട്ടാളികൾ എല്ലാം തന്നെ അറസ്റ്റിലാവുകയും താൻ ഉടനെ പിടിയിലാവുകയും ചെയ്യും എന്ന് കണക്കാക്കി പരിഭ്രാന്തിയിൽ നടത്തിയ ഒരു നീക്കമായാണ് ഏജൻസികൾ ഇതിനെ കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സ്ഫോടന സ്ഥലത്ത് കൂടുതൽ പരിശോധനകൾ 2 ഘട്ട പരിശോധനകൾ കൂടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സ്ഫോടന സ്ഥലത്തു നിന്നും 40 എക്സിബിറ്റുകൾ, അത് ഈ പൊട്ടിത്തെറിച്ച കാറിന്റെ അവശിഷ്ടങ്ങൾ, സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ മറ്റ് അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള 40ഓളം സാമ്പിളുകൾ, എക്സിബിറ്റുകൾ ഇതുവരെ നാഷണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ ഈ പ്രദേശത്ത് നിന്നും കണ്ടെത്തുന്ന മുറയ്ക്ക് അയക്കുമെന്നും ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ 2 വെടിയുണ്ടകൾ കൂടി ഈ സ്ഫോടനം നടന്ന സ്ഥലത്തു നിന്നും ഏജൻസികൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വൈറ്റ് കോളർ ഭീകര സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കൂടുതൽ വിവരങ്ങൾ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നു. വിവിധ ഇടങ്ങളിൽ ഈ ഉമർ മുഹമ്മദ് ജോലി ചെയ്തിരുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നവർ ആണ് ഈ സംഘവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നവർ എന്ന് ഏജൻസികൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൽ 3 പേർ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നത് ഹരിയാനയിലെ അൽഫല മെഡിക്കൽ കോളേജിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ അടക്കമുള്ള 52 പേരെ ഏജൻസികൾ ചോദ്യം ചെയ്തിരുന്നു. ഡൽഹി പോലീസിന്റെ നേതൃത്വത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ. 2 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് എന്നും ഡൽഹി പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഉമർ മുഹമ്മദ് ഈ സ്ഫോടനം നടത്തുന്നതിന് തൊട്ടു മുമ്പായി ഇയാളാണ് വാഹനം ഓടിച്ചിരുന്നത് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും ഏജൻസികൾ. അതിന് ഉറപ്പ് അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കണമെങ്കിൽ ശാസ്ത്രീയ തെളിവുകൾ കുടുംബാംഗങ്ങളുടെ DNA പരിശോധന ഉൾപ്പെടെ നടത്തി തെളിയിക്കേണ്ടതുണ്ട്. ആ പരിശോധനകൾ നടന്നു വരികയാണ്. ഈ ഉമർ മുഹമ്മദ് കാറുമായി ഈ സർവകലാശാല പരിസരത്തു നിന്നും രാത്രി 2 മണിയോടെ ആ പരിസരത്തു നിന്നും ഇയാളെ കണ്ടെത്തിയതായി CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതിനു മുമ്പ് സ്ഫോടനത്തിന് മുമ്പായി 11 മണിക്കൂറോളം സമയം ഡൽഹിയിൽ ഇയാൾ ഉണ്ടായിരുന്നു ഈ വാഹനത്തിൽ എന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. സ്ഫോടനം നടത്തുന്നതിന് മുമ്പായി തന്നെ ഡൽഹിയിലെ തിരക്കേറിയ പലയിടങ്ങളിലും ഇയാൾ ഈ കാറുമായി സഞ്ചരിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഡൽഹിയിലെ തിരക്കേറിയ മറ്റൊരു ഇടമാണ് കൊണാട്ട് പ്ലേസ് പോലീസ് സ്റ്റേഷൻ പരിസരം എന്നുള്ളത്. സമീപത്തായി ഹനുമാൻ ക്ഷേത്രം അടക്കമുള്ള വലിയ പാർക്കിംഗ് മേഖലയുള്ള പ്രദേശമാണ്. ഇവിടെയും ഇയാൾ ഉച്ചയോടെ 2 മണിയോടെ ഇയാളുടെ വാഹനം ഇവിടെ കണ്ടെത്തിയതായി CCTV ദൃശ്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. സമാനമായി മറ്റ് എവിടെയെല്ലാം ഇയാൾ സന്ദർശിച്ചു എന്നതുമായി ബന്ധപ്പെട്ട ലഭ്യമായ മുഴുവൻ CCTV ദൃശ്യങ്ങളും ഡൽഹി പോലീസിന്റെ പ്രത്യേക സംഘം ഇതിനകം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊക്കെ അന്വേഷണം നടക്കുകയാണ് എന്ന് കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ യോഗവും ചേരും. ഇന്ന് നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്. മധ്യ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട വാർത്തകളുമായി അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. അമൽ, വെരി ഗുഡ് മോർണിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ചൂടിലൊക്കെയാണ് കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ. ഏത് രീതിയിലായിരിക്കണം പ്രചാരണം, ഇക്കാര്യങ്ങളിലെല്ലാം ഇന്ന് കൂടുതൽ വികസനം ഉണ്ടാകുന്ന ഒരു ദിവസമാണല്ലോ അല്ലേ?
ക്രിസ്റ്റിന, വെരി ഗുഡ് മോർണിംഗ്. ഏതായാലും നാടകീയതകൾക്ക് ഒട്ടും കുറവില്ലാത്ത ഒരു കോർപ്പറേഷനാണ് കൊച്ചി കോർപ്പറേഷൻ. നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പും പിന്നീട് വന്ന തെരഞ്ഞെടുപ്പ് ഫലവും അതിനുശേഷം ഭരണം പിടിക്കുവാനുണ്ടായിരുന്ന ഓരോ രാഷ്ട്രീയ കളികളും എല്ലാം നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇപ്രാവശ്യവും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ഒട്ടും കുറവുണ്ടാകില്ല എന്നാണ് ഈ ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് തന്നെ LDFന്റെ ഭാഗമായിട്ട് CPM അവരുടെ സ്ഥാനാർത്ഥികളെ ഇന്ന് വൈകുന്നേരം 4 മണിയോട് കൂടി ലെനിൻ സെന്ററിൽ വെച്ച് പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മേയറായിട്ടുള്ള അനിൽകുമാർ ഇപ്രാവശ്യം മത്സരരംഗത്ത്, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നത് ഏറെക്കുറെ വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഘടകകക്ഷികൾക്കെല്ലാം എങ്ങനെയായിരിക്കും സീറ്റുകൾ എന്ന കാര്യത്തിലും ഇന്നൊരു വ്യക്തത ഉണ്ടാകും. അതോടൊപ്പം ഇന്നലെ എറണാകുളം കോൺഗ്രസ് DCCയുടെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. 40 സ്ഥാനാർത്ഥികളാണ് പ്രഖ്യാപിച്ചിരുന്നത്. 65 സ്ഥാനാർത്ഥികളിൽ ഇപ്പോഴും 25 പേർ ആരായിരിക്കും എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. മുൻ മേയറായിരുന്ന സൗമിനി ജെയിന് ഈ വരാനിരിക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടമുണ്ടാകുമോ എന്ന കാര്യവും ഇപ്പോൾ കൊച്ചി ഒന്നാകെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇനി വരാനിരിക്കുന്ന സ്ഥാനാർത്ഥികൾ കൂടി പ്രഖ്യാപിക്കപ്പെട്ടാൽ മാത്രമേ കൂടുതൽ വിമതന്മാരുണ്ടാകുമോ അല്ലെങ്കിൽ അസ്വാരസ്യമുള്ള അതൃപ്തിയുള്ള കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഉണ്ടാകുമോ എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഇന്നലെ ജില്ലാ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് വൈറ്റ്ലയിൽ നിന്ന് മത്സരിപ്പിക്കുന്നത് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ തന്നെയാണ്. അതായത് CPMന്റെ മുൻ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള VP ചന്ദ്രനെയാണ് വൈറ്റ്ലയിൽ ഇറക്കിയിരിക്കുന്നത്. ഇത് ഘടകകക്ഷിക്ക് കൊടുത്തിരുന്ന ഒരു സീറ്റാണ് എങ്കിൽ തന്നെയും അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ധാരണയെ തുടർന്നാണ് ഇത്തരത്തിൽ UDF സ്വതന്ത്രനായി മുൻ CPM പ്രവർത്തകനെ മത്സരിപ്പിക്കുവാനുള്ള ഒരു തീരുമാനമുണ്ടായത്. അത് CPMന് കൊടുക്കുന്ന ഒരു അടിയായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഒന്നാകെ കാണുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് CPMന്റെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ആരൊക്കെയായിരിക്കും CPMന്റെ സ്ഥാനാർത്ഥികൾ എന്ന കാര്യമാണ് ഇനി ഉറ്റുനോക്കുന്നത്. BJPയും തിരക്കിട്ട ചർച്ചകളിൽ തന്നെയാണെങ്കിലും ഇപ്പോൾ BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ കാര്യത്തിൽ അല്പം ഒന്ന് പിന്നോട്ട് പോയിരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്രിസ്റ്റീന, അതോടൊപ്പം തമ്മനത്തു നിന്നുള്ള ജല വിതരണം ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ശരി, കഴിഞ്ഞ ദിവസമാണ് കുടിവെള്ളം മുടങ്ങിയത്. പക്ഷേ അത് പുനഃസ്ഥാപിക്കാനായി എന്നാണ് അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് നൽകുന്ന വിവരം. ഇനി കോഴിക്കോടേക്കാണ് പോകേണ്ടത്. അവിടെ സമീർ C. മുഹമ്മദ് ഉണ്ട്. സമീർ, വെരി ഗുഡ് മോർണിംഗ്. കോഴിക്കോടും നാടകീയതയ്ക്കൊന്നും ഒട്ടും കുറവില്ലായിരുന്നു. കാരണം സമ്മേളന വേദിയിലെത്തി രാജി സമർപ്പിച്ച് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നു. ഇനി എത്ര പേര് അങ്ങോട്ടോ ഒക്കെ പോകും എന്ന് നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ മുന്നണികളാണ്. മറ്റെന്തൊക്കെ വാർത്തകളാണ് നമുക്ക് വടക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റിനെ സൂചിപ്പിച്ചതുപോലെയാണ് തെരഞ്ഞെടുപ്പ് ഗോദ സജീവമാകുന്നതിനിടയിൽ തന്നെ വലിയ രീതിയിലുള്ള പടലപ്പിണക്കങ്ങൾ കൂടി പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് ആണ്. 22 അംഗ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. അവർ പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു. അതിനിടയിലാണ് അനിഷ്ട സംഭവങ്ങൾ കൂടി പാർട്ടിക്ക് തിരിച്ചടിയായിക്കൊണ്ട് ഉണ്ടാകുന്നത്. നടക്കാവിലെ കൗൺസിലറായിരുന്ന അൽഫോൺസ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു. മാത്രമല്ല അവർ ആം ആദ്മി പാർട്ടിയുടെ മാവൂർ റോഡ് സ്ഥാനാർത്ഥിയെ കൊണ്ട് അവർ മത്സരരംഗത്തേക്ക് വരിക കൂടി ചെയ്യുന്നു. അതാണ് കോൺഗ്രസിനേറ്റ ആദ്യത്തെ തിരിച്ചടി. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടായിരിക്കുന്നത് അവരുടെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. ആ ചർച്ചകൾ പലയിടങ്ങളിൽ താളം തെറ്റി നിൽക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിലാണ് ചാലപ്പുറം ആ വാർഡ് അത് CMPക്ക് നൽകാനുള്ള തീരുമാനം നേതൃത്വം എടുക്കുന്നു. എന്നാൽ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അത് കോൺഗ്രസിന്റെ കുത്തക വാർഡാണ്, അതുകൊണ്ട് തന്നെ അത് കോൺഗ്രസിന്റെ തന്നെ മത്സരിക്കണം എന്നുള്ള നിലപാടുമായിക്കൊണ്ട് അവിടെ നിന്നുള്ള നേതാക്കളും അതുപോലെ തന്നെ അവിടെയുള്ള മണ്ഡലം പ്രസിഡന്റ് അയ്യൂബും നേതാക്കളെ കാണുന്നു. എന്നാൽ അത് CMPക്ക് നൽകിയതിൽ ഇനി ഒരു പുനർവിചിന്തനം ഇല്ല, അതിൽ മാറ്റമില്ല, CMP തന്നെ മത്സരിക്കുമെന്ന് നേതൃത്വം അറിയിച്ചതോടുകൂടിയാണ് ചാലപ്പുറം മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും അതുപോലെ തന്നെ പാർട്ടി അംഗത്വത്തിൽ നിന്നും അയ്യൂബ് രാജിവെച്ചു. അതുപോലെ ഏതാനും പ്രവർത്തകർ കൂടി രാജിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാതെ തന്നെ ഉണ്ടാകും എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് BJPയും ഇന്നലെ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. 2 കൗൺസിലർമാർ ഉൾപ്പെടെ 45 അംഗങ്ങളെയാണ് അവർ പ്രഖ്യാപിച്ചത്. അവരും ഗോദയിൽ സജീവമായിട്ടുണ്ട്. എന്നാൽ LDFന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ന് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. RJDയുമായി ചില വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ 2 സീറ്റുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു വിഷയം നിലനിൽക്കുന്നത്. അതുകൂടി പരിഹരിക്കാൻ കഴിഞ്ഞാൽ ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. അല്ലെങ്കിൽ നാളെയായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക. നല്ല കരുത്തുറ്റ സ്ഥാനാർത്ഥികളുമായിട്ട് തന്നെയായിരിക്കും ഇടതുപക്ഷം മുന്നോട്ട് വരിക എന്നാണ് അവരുടെ ക്യാമ്പിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 4 പതിറ്റാണ്ടായി LDFന്റെ കുത്തകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. അവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതാണ് UDF ആലോചിക്കുന്നത്. ഒപ്പം തന്നെ നില മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുമായിട്ട് BJPയും പ്രചാരണ രംഗത്ത് സജീവമാണ്. 50 സീറ്റുകൾ LDFും അതുപോലെ 18 UDFും 7 ഇടത്താണ് BJPയും നിലവിൽ സിറ്റിംഗ് അവരുടേതായിട്ട് കൗൺസിലർമാരായിട്ട് അവർക്ക് ഉള്ളത്. അതിൽ ഒരു തദ്ദേശപ്പോരിനൊരുങ്ങുകയാണ് വടക്കൻ കേരളവും. അവിടെയും നാടകീയ സംഭവങ്ങളുണ്ട്. ആരെങ്ങോട്ട് മാറുമെന്നുള്ള കാര്യത്തിലൊക്കെ ചർച്ചയുണ്ട്. പടലപ്പിണക്കങ്ങളുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സമീർ C. മുഹമ്മദ്.
കേരള സർവകലാശാലയിൽ നിർണായക സെനറ്റ് യോഗം ഇന്ന് ചേരും. സുപ്രധാന യോഗമായതിനാൽ തന്നെ ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പങ്കെടുത്തേക്കും. യോഗത്തിൽ വിവിധ വിഷയങ്ങളിൽ ഇടതംഗങ്ങൾ പ്രതിഷേധമുന്നയിക്കും. സെനറ്റ് യോഗം ചേരുന്നത് ചട്ടവിരുദ്ധമാണെന്ന ആരോപണം ഇടതംഗങ്ങൾ മുന്നോട്ടുവയ്ക്കും. കാര്യവട്ടം ക്യാമ്പസിലെ ഡീൻ CN വിജയകുമാരിക്കെതിരായ ജാതി അധിക്ഷേപ പരാതിയും അംഗങ്ങൾ യോഗത്തിൽ ഉയർത്തും. രജിസ്ട്രാർ KS അനിൽകുമാറിനെ തിരിച്ചെടുക്കുന്നത് സംബന്ധിച്ച വിഷയവും യോഗത്തിൽ ചർച്ചയാകും. പരീക്ഷാ നടത്തിപ്പ്, വിവിധ ബിരുദങ്ങൾ അംഗീകരിക്കുക അടക്കമുള്ള അജണ്ടകളാണ് യോഗത്തിനുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം കൃത്യമായി നടത്താനുള്ള സഹായമുണ്ടാകുമെന്ന് ദേവസ്വം ബോർഡിലെ CPI പ്രതിനിധി K. രാജു 24നോട്. വിശ്വാസവും ആചാരവും സംരക്ഷിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ പ്രധാന ദൌത്യം. തനിക്ക് വിശ്വാസികളെയാണ് വിശ്വാസമെന്നും K. രാജു 24നോട് പറഞ്ഞു. മുൻ മന്ത്രിയും CPI നേതാവുമായ K. രാജു ഇപ്പോൾ 24നൊപ്പം ചേരുകയാണ്. K. രാജു അദ്ദേഹത്തിന്റെ പുതിയ നിയോഗത്തിലേക്ക് തെരഞ്ഞെടുത്തതിന് ശേഷമുള്ള ആദ്യ പ്രതികരണമാണ്. ഇപ്പോൾ പുതിയൊരു ദൗത്യത്തിലേക്ക് വരികയാണ്. 5 വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഒരു പ്രധാനപ്പെട്ട ദൗത്യത്തിലേക്ക് എങ്ങനെ കാണുന്നു പുതിയ ഉത്തരവാദിത്വം? ഇത്തരം ഒരു ദൗത്യം ആദ്യമായിട്ടാണ് ഏറ്റെടുക്കുന്നത്. യഥാർത്ഥത്തിൽ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നതോ അല്ലെങ്കിൽ മുൻകൂട്ടി ചിന്തിച്ചിരുന്നോ അത്തരമൊരു സ്ഥാനത്തേക്കല്ല ഞാനിപ്പോൾ ചുമതല ഏറ്റെടുക്കാൻ പോകുന്നത്. ദേവസ്വം ബോർഡിലെ അംഗമായി എന്നെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ അതിനുശേഷം ഞാൻ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുക, അവരുടെ ആചാരങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അഴിമതിരഹിതമായിരിക്കണം, സുതാര്യമായിരിക്കണം. വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ വിശ്വാസത്തിന് ഒരു തരത്തിലും ഒരു കോട്ടവും വരാത്ത തരത്തിലുള്ളതായിരിക്കണം അതാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാണോ പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്? കാരണം അങ്ങ് ഇത് ആഗ്രഹിച്ചിരുന്നില്ല, അതല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു. പൂർണ്ണ മനസ്സോടുകൂടിയാണെന്ന് വെച്ചാൽ ഏറ്റവും അവസാനം ചില വിവാദങ്ങളൊക്കെ നമ്മുടെ ബോർഡുമായി ബന്ധപ്പെട്ട് ശബരിമല ക്ഷേത്രത്തിലെ ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സമയത്താണ് ഈ നിയോഗം. അപ്പോൾ അതിൻ്റെ ഒരു നിരാശയെന്നോ ഒരാശങ്കയെന്നോ ഒക്കെ പറയുന്നത് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. ചാർജ് എടുക്കാൻ പോകുന്നത് ദേവസ്വം ബോർഡിൽ അതിൻ്റെ അധ്യക്ഷനായിട്ട് ജയകുമാർ സാറിൻ്റെ ഒരു ടീമിലാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു ആത്മബലം നൽകുന്ന കാര്യം എന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടും നല്ല കാലാവസ്ഥയിലല്ല അങ്ങ് സ്ഥാനം ഏറ്റെടുക്കുന്നത്. പ്രത്യേകിച്ചും ശബരിമലയുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ ആശങ്കയായി മുന്നിലുണ്ടോ? ആശങ്കയുടെ ഒന്നും വിഷയം ഇനിയിപ്പോൾ ഉദിക്കുന്നില്ല. കാരണം ആ അന്വേഷണം കൃത്യനിലയിൽ തന്നെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്വേഷണം കൃത്യവും സത്യസന്ധവുമായി നടത്തുന്നതിനും ജനങ്ങളുടെ ആ അന്വേഷണത്തിലുള്ള വിശ്വാസം നിലനിർത്തുന്നതിനും കഴിയുന്ന തരത്തിൽ ഉള്ള ഒരു സഹായകരമായിട്ടുള്ള സമീപനമായിരിക്കും ഞാൻ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ഒരു വ്യക്തിപരമായ ചോദ്യം കൂടി, അങ്ങ് അയ്യപ്പ വിശ്വാസിയാണോ? അയ്യപ്പനെന്ന് മാത്രമല്ല, വിശ്വാസം എനിക്ക് വിശ്വാസികളിലാണ് വിശ്വാസം. അവരുടെ ആചാരവും അനുഷ്ഠാനവും എല്ലാം തന്നെ സംരക്ഷിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തീർച്ചയായിട്ടും വിശ്വസിച്ചുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിൻ്റെ 2 വർഷക്കാലമല്ലോ, ആ 2 വർഷക്കാലം എൻ്റെ ഉത്തരവാദിത്വം, ദേവസ്വം ബോർഡ് മെമ്പറുടെ ഉത്തരവാദിത്വം സത്യസന്ധമായി നിർവഹിക്കും. എന്തായാലും പുതിയ പദവിക്ക് എല്ലാവിധ ആശംസകളും. ക്യാമറമാൻ ശ്രീലാലിനൊപ്പം സലിം മാലിക്, 24 കൊട്ടാരക്കര. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. തദ്ദേശ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനത്തിൽ ഇടുക്കിയിൽ UDF-നുള്ളിൽ സമവായമായില്ല. കേരള കോൺഗ്രസിന് പിന്നാലെ ജില്ലാ പഞ്ചായത്തിൽ അധിക സീറ്റിനായി മുസ്ലിം ലീഗ് അവകാശം ഉന്നയിച്ചതോടെയാണ് ചർച്ചകൾ വഴിമുട്ടുന്നത്. ഇടുക്കി ജില്ലാ പഞ്ചായത്തിലും തൊടുപുഴ നഗരസഭയിലും ജയസാധ്യത മുൻനിർത്തി കേരള കോൺഗ്രസ് അധിക സീറ്റ് ചോദിച്ചതോടെ മുസ്ലിം ലീഗും ആവശ്യങ്ങളുടെ പട്ടിക വിപുലീകരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് കോൺഗ്രസിന് കൈവശമുള്ള അടിമാലി ഡിവിഷനോ കരിമണ്ണൂർ ഡിവിഷനോ വേണം എന്നാണ് ലീഗിന്റെ ആവശ്യം. നഗരസഭയിലും കൂടുതൽ സീറ്റുകൾ വേണമെന്ന് ലീഗ് അവകാശവാദം ഉന്നയിക്കുന്നു. മുസ്ലിം ലീഗ് അർഹമായതും വർദ്ധിച്ചുള്ള സീറ്റുകൾ ലീഗിന് അർഹതപ്പെട്ടത് അത് ലീഗ് ചോദിച്ചിട്ടുണ്ട്. തൊടുപുഴ നഗരസഭയിൽ 3 സീറ്റ് അധികരിച്ചു. 1 കോൺഗ്രസ്, 1 ലീഗ്, 1 കേരള കോൺഗ്രസ്. വളരെ നേരത്തെ UDF തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ചർച്ച ഏകദേശം ഒരു 75% തീർന്നു. ഇനി 25% ബാക്കിയുള്ളൂ. നിലവിൽ ജില്ലാ പഞ്ചായത്തിൽ കേരള കോൺഗ്രസിന് 4-ഉം
കോൺഗ്രസിന് 2 അംഗങ്ങളാണുള്ളത്. കേരള കോൺഗ്രസിൻ്റെ ആവശ്യത്തിന് കോൺഗ്രസ് പച്ചക്കൊടി കാട്ടിയാലും ലീഗിൻ്റെ ആവശ്യത്തിന് വഴങ്ങേണ്ട എന്നാണ് നിലപാട്. ഓരോ സീറ്റിലും വിജയസാധ്യതയാണ് പ്രധാനപ്പെട്ട കാര്യം. ആ വിജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ക്ലെയിമുകളെല്ലാം പരിശോധിക്കും. വിജയസാധ്യതയുണ്ടെങ്കിൽ ആ ക്ലെയിം അംഗീകരിക്കപ്പെടും. വിജയസാധ്യതയില്ലെങ്കിൽ ആ ക്ലെയിം ഉന്നയിക്കുന്നയാളിനെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ജയസാധ്യതയുള്ള ആളിലേക്ക് മാറിക്കൊടുക്കേണ്ടി വരും. പുതുതായി രൂപം കൊണ്ട വെള്ളത്തൂവൽ ഡിവിഷനിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കും. സമവായത്തിനായി അവകാശങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നായിരുന്നു കേരള കോൺഗ്രസിൻ്റെ നിലപാട്. ആവശ്യങ്ങളിൽ ഒരു പാർട്ടിയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ വന്നതോടെ ചർച്ച അവസാനിപ്പിച്ച് UDF യോഗം പിരിഞ്ഞു. ഇന്ന് നടക്കുന്ന KPCC യോഗത്തിന് ശേഷം ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹാരം കാണാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത്. 24 തൊടുപുഴ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കും മുമ്പേ വയനാട് പൂതാടിയിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. 2 വാർഡ് അംഗങ്ങൾ രാജിവെച്ചു. പാർട്ടിക്കകത്തെ ഗ്രൂപ്പിസത്തിൽ മനം മടുത്താണ് രാജിയെന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു. ചീയമ്പം 5-ാം വാർഡ് മെമ്പർ രാജൻ MV, 19-ാം വാർഡ് മെമ്പർ തങ്കച്ചൻ നെല്ലിക്കയത്ത് എന്നിവരാണ് രാജിവെച്ചത്. ജനപ്രതിനിധി സ്ഥാനവും പാർട്ടി അംഗത്വവും രാജിവെച്ചു. പാർട്ടിക്കകത്തെ ഗ്രൂപ്പിസം മടുത്തു എന്ന് രാജൻ 24-നോട് പറഞ്ഞു. നിലവിൽ പാർട്ടിയിലെ ഗ്രൂപ്പ് പോലും കൊണ്ട് മാത്രമാണ് ഞാൻ പാർട്ടിയിൽ നിന്ന് രാജിവെക്കാനുള്ള തീരുമാനമെടുത്തത്. എനിക്ക് എന്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കുക, പിന്നെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുക, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. 2 വർഷം മുന്നേ തന്നെ രാജിവെക്കണം തീരുമാനിച്ചതായിരുന്നു ഞാൻ. അപ്പൊ എന്നെ തെരഞ്ഞെടുത്ത ആളോട് എനിക്കൊരു കടപ്പാടുണ്ടാകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം രാജിവെക്കാൻ തീരുമാനിച്ചത്. അഴിമതി ചോദ്യം ചെയ്തതോടെ പാർട്ടിയിൽ നിന്ന് അവഗണന നേരിട്ടു എന്ന് തങ്കച്ചൻ നെല്ലിക്കയത്ത് വ്യക്തമാക്കി. 41 വർഷം പ്രവർത്തിച്ച പാർട്ടി നീതി കാണിച്ചില്ല. മണ്ഡലം കമ്മിറ്റി അംഗത്വം പോലും നൽകാൻ തയ്യാറായില്ലെന്നും തങ്കച്ചൻ. എല്ലാവർക്കും ഗ്രൂപ്പാണ്. ഗ്രൂപ്പിന് അധീനമായി നിൽക്കുന്ന ആളെ പാർട്ടിയിൽ അടുപ്പിക്കില്ല. സത്യം വിളിച്ചു പറയുന്നവനും പാർട്ടിയിൽ സ്ഥാനമില്ല. സത്യസന്ധമായ നിലപാടെടുക്കുന്ന ആൾക്ക് പോലും പാർട്ടിയിൽ സ്ഥാനമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ പൂതാടി കോൺഗ്രസിലുള്ളത്. നേതൃത്വത്തെ ഞെട്ടിച്ച INDUC ജില്ലാ സെക്രട്ടറിയും പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട്. PJ ഷാജിയാണ് കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ചത്. BJPക്ക് സ്വാധീനമുള്ള പഞ്ചായത്താണ് പൂതാടി. ഇവിടെയാണ് പാർട്ടി നേതാക്കൾ രാജിവെക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. 24 വയനാട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന് തലവേദനയായി വിമതർ തലയുയർത്തുന്നു. മണ്ണന്തലയിൽ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റായ യുവ നേതാവാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. മണ്ഡലം വൈസ് പ്രസിഡന്റ് കൂടിയായ ഷിജിൻ K. ജയൻ പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. ഷിജിൻ K. ജയന് പുറമെ യൂത്ത് കോൺഗ്രസ് നേതാവ് അർജുൻ, നിലവിലെ കൗൺസിലർ വനജ രാജേന്ദ്രബാബു, ഇങ്ങനെ 3 പേരുകളാണ് മണ്ണന്തല 13-ാം വാർഡിലേക്ക് നേതൃത്വം പരിഗണിച്ചത്. വാർഡ് കമ്മിറ്റി പിന്തുണച്ചതേറെയും യുവനേതാവായ ഷിജിനെയെങ്കിലും അവസാന അട്ടിമറിയിൽ സിറ്റിംഗ് കൗൺസിലർ വനജ രാജേന്ദ്രബാബു സ്ഥാനാർത്ഥിയായി. ഇതോടെ സീറ്റിൽ കുടുംബാധിപത്യമെന്നാരോപിച്ച 200ഓളം കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധമുയർത്തി. ഷിജിനെ വിമത സ്ഥാനാർത്ഥിയുമാക്കി. കഴിഞ്ഞ 30 വർഷമായിട്ട് ഒരേ കുടുംബത്തിലെ 2 പേരാണ് ഈ മണ്ണന്തലയെ മാറി മാറി ഭരിക്കുന്നത്. അപ്പോൾ യുവരക്തങ്ങളും കൂടെ മുന്നോട്ട് വരണം. കാരണം ഒരു 2ാം തലമുറയെ നമ്മൾ വാർത്തെടുക്കേണ്ടത് ആവശ്യമാണ്. 35 വർഷമായി കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റായിരുന്ന വസന്തകുമാറിനടക്കം പാർട്ടി വിട്ടവരിൽ ഉൾപ്പെടുന്നു. ഷിജിന് ഇപ്പോഴും സീറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഞങ്ങൾ 200 പേരോളം വരുന്ന ഒരു ടീം. അതിൽ തന്നെ 4 ഇവിടെ മൊത്തം 6 ബൂത്തുണ്ട്. ഈ 6 ബൂത്തിലും ഉള്ളതിൽ 4 ബൂത്തോളം ബൂത്ത് പ്രസിഡന്റുമാരും ഷിജിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഉരുമ്പിട്ട് ഇറങ്ങിയിരിക്കുന്നു. വീട്ടുകാരുടെ പൂർണ്ണ പിന്തുണയോടെ ഷിജിൻ വീട് കയറി പ്രചരണം ശക്തമാക്കി. യുവാക്കളോടുള്ള അവഗണനയ്ക്കെതിരെ മത്സരിച്ച് മുന്നോട്ട് തന്നെയെന്ന ഷിജിൻ K. ജയൻ. ഒരുപാട് പേരുടെ തീരുമാനങ്ങൾക്കൊടുവിലാണ് ഞാൻ ഇങ്ങനൊരു സ്ഥാനാർത്ഥിത്വം ഏറ്റെടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നത്. ഉറപ്പായിട്ടും 100% ജയിക്കും എന്നൊരു ഇതുള്ളത് കൊണ്ടാണ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ഒരു യുവത്വത്തിൻ്റെ ഒരു സീറ്റാണ് ചോദിച്ചത്. എനിക്ക് വേണം, ഞാൻ നിർബന്ധം പറഞ്ഞിട്ടില്ല. വേറെ ഏതെങ്കിലും യുവാവിന് കൊടുക്കാനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും അവർ തയ്യാറാവാത്തത് കൊണ്ടാണ് എല്ലാവരുടെ ഒരു തീരുമാനപ്രകാരം ഞാനിതിന് നിൽക്കുന്നത്. ഇടതു വലത് സ്ഥാനാർത്ഥികൾ എത്തും മുമ്പേ കളം പിടിച്ച് ജയമുറപ്പിക്കാനാണ് ഷിജിന്റെയും കൂടെയുള്ളവരുടെയും തീരുമാനം. കോർപ്പറേഷൻ പിടിക്കാൻ കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ടെന്ന് പറയുമ്പോഴും അവഗണനയിൽ മനംനൊന്ത ഷിജിനെ പോലെയുള്ള റിബൽ സ്ഥാനാർത്ഥികളും കളത്തിൽ സജീവമായി കഴിഞ്ഞു. ക്യാമറമാൻ മനീഷിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ഗതാഗതക്കുരുക്ക്. 6-ാം വളവിൽ ലോറി കേടായതിനെ തുടർന്നാണ് ഗതാഗതക്കുരുക്ക്. വാഹനങ്ങൾ വൺ വേ ആയാണ് കടന്നുപോകുന്നത്. വിവരങ്ങളുമായി സമീർ C. മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ് അഗെയിൻ. കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ ഇന്ധനം തീർന്നതിനെ തുടർന്ന് ഇത്തരത്തിലൊരു ഗതാഗതക്കുരുക്ക് വന്നിരുന്നു. ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ്? കൂടുതൽ വിവരങ്ങൾ.
ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഇപ്പോൾ വലിയ ഗതാഗത കുരുക്ക് തന്നെയാണ് താമരശ്ശേരി ചുരത്തിൽ അനുഭവപ്പെടുന്നത്. 6ാം വളവിലാണ് ഒരു ലോറി കുടുങ്ങിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയാണ് ലോറിയുടെ ആക്സിൽ പൊട്ടിയിട്ട് അവിടെ ഈ വാഹനം കുടുങ്ങിക്കിടക്കുന്നത്. അതേ തുടർന്നാണ് ഇപ്പോൾ 2 ഭാഗത്തേക്കും വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുള്ളത്. ഈ വണ്ടി കേടായ ഭാഗത്ത് വൺ വേ ആയിക്കൊണ്ട് വാഹനങ്ങൾ കടത്തിവിടാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. തകരപ്പാടി മുതൽ 2ാം വളവ് വരെയാണ് രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത്. നിരവധി കാറുകൾ അതുപോലെ തന്നെ ലോഡുമായി വന്നിട്ടുള്ള ലോറികൾ, അതായത് ചരക്ക് ലോറികൾ ഉൾപ്പെടെ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ കേടായ ലോറി അരികിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് മാറ്റുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും ഇരുവശത്തേക്കും സുഖമായിട്ടുള്ള യാത്ര ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഹൈവേ പോലീസും അതുപോലെ തന്നെ അവിടെയുള്ള വളണ്ടിയേഴ്സും ഗതാഗതം നിയന്ത്രിക്കാൻ എത്തിയിട്ടുണ്ട്. വാഹനങ്ങൾ ഏറെ വൈകി മാത്രമേ ഗതാഗതം പൂർണ്ണതോതിലാവുകയുള്ളൂ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രിസ്റ്റീന. ശരി, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലഹരിക്കെതിരായ 24ന്റെ പോരാട്ടം തുടരുകയാണ്. ജ്യോതിർഗമയ. സിന്തറ്റിക് ലഹരിയെ ചെറുക്കാൻ പല വഴികളും തേടുന്നവരുണ്ട്. എന്നാൽ കേരളത്തിന്റെ അതിർത്തി ജില്ലയായ കാസർഗോഡ് മയക്കുമരുന്നിനെ ചെറുക്കുന്നത് നൃത്തത്തിലൂടെയാണ്. കൂടലിലാണ് ഈ വേറിട്ട കാഴ്ച. കലയെ ലഹരിയാക്കുകയാണ്. അതിന് ഈ നാടൊന്നാകെ കൂടെയുണ്ട്. 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഇവിടെ എത്താം. ടീച്ചേഴ്സ് എല്ലാം നല്ല പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ സാറ് ബേസിക് സ്റ്റെപ്സ് പറയുന്നുണ്ട്. ആ സാറ് ഡാൻസിൻ്റെ കുറേ സ്റ്റെപ്സ് അങ്ങനത്തെ പഠിപ്പിക്കുന്നുണ്ട്. നൃത്തം പഠിക്കുക എന്നത് മാത്രമല്ല, നാട്ടിലെ കുട്ടികളെ ഒരു കുടക്കീഴിൽ അണിനിരത്തുക എന്ന ലക്ഷ്യം കൂടി ഇവർക്കുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം നമ്മുടെ കുട്ടികൾ ഒരു 60-ന് പുറം കുട്ടികളുണ്ട്. നമുക്കിപ്പോൾ 3 മാസം ആയിട്ടുള്ളൂ. നമ്മൾ കുട്ടികൾക്കിപ്പോൾ ബേസിക്കൽ കൂടാതെ വാമപ്പ്, അതുപോലെ പ്രോപ്പർട്ടി ഇങ്ങനെ കൊടുത്തുകൊണ്ട് വരികയാണ്. റിംഗ് ഡാൻസും അഭ്യാസ പ്രകടനങ്ങളും ചെറുപ്പത്തിലേ പഠിക്കുമ്പോൾ കുട്ടികളുടെ മനസ്സ് തെറ്റായ രീതിയിലേക്ക് പോകില്ലെന്ന് രക്ഷിതാക്കൾ. ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടും ബാക്കി അവർക്ക് വേണ്ട സമൂഹത്തിൽ ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അവർ കൂടുതൽ അഡിക്റ്റ് ആവുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളോട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഡാൻസ്, സിംഗിങ് അങ്ങനെയുള്ള ഹാബിറ്റിൽ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ലൈഫിലും കൂടുതൽ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. പരിമിതികൾ മറികടന്നാണ് 20-കാരൻ വിഷ്ണുവിൻ്റെ പ്രകടനം. എന്തായാലും നല്ല അധ്യാപകർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡെവലപ്പ് ആവും. ഇപ്പോൾ ഇവിടെ ഈ സ്കൂളിൽ വന്നതിന് ശേഷം അവന് കുറച്ച് ദിവസമായിട്ടുള്ളൂ. എന്നിട്ട് തന്നെ വളരെ ഇൻട്രസ്റ്റഡ് ആണ് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. പലപ്പോഴും പലതും മാറ്റിവെച്ചിട്ട് വരാനുള്ള ഒരു ശ്രമം അവൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. കാസർഗോഡ്. ന്യൂസ് ബ്രേക്സിന്റെ സമയം പൂർണ്ണമാവുകയാണ്.